BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മലയാളി പ്രേക്ഷകരെ കുടുകുടെ ചിന്തിപ്പിച്ച നടൻ സലീംകുമാർ വിടവാങ്ങി. 56 വയസ്സായിരുന്നു. അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. നേരത്തെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ സലീംകുമാർ ദീർഘനാളായി അസുഖബാധിതനായിരുന്നു. മലയാള സിനിമയിൽ ഹാസ്യവേഷങ്ങളിൽ തിളങ്ങിയ സലീംകുമാർ സ്വഭാവവേഷങ്ങളിലും തന്മയത്വമുള്ള അഭിനയ മികവ് തെളിച്ചിരുന്നു. 1996 ഇഷ്ടമാണ് 100 വട്ടം എന്ന സിനിമയിലൂടെയായിരുന്നു സലീംകുമാറിന്റെ സിനിമാ അരങ്ങേറ്റം. 2006 അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സലീംകുമാർ അർഹനായി. 2011 ആദമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന ദേശീയ ചലച്ചിത്ര പുരസ്കാരവും സലീംകുമാർ സ്വന്തമാക്കി. 3 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിൽ 320ലധികം കഥാപാത്രങ്ങളെയാണ് സലീംകുമാർ എന്ന അഭിനേതാവ് അവസ്മരണീയമാക്കിയത്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ കറുത്ത ജൂതൻ ഉൾപ്പെടെ 3 സിനിമകളിൽ സംവിധായകൻ എന്ന നിലയിലും കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. കറുത്ത ജൂതന് മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിരുന്നു. കറുത്ത ജൂതന്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത് സലീംകുമാർ തന്നെയായിരുന്നു. 2000 മുതൽ 2005 വരെയുള്ള കാലയളവിലായിരുന്നു സലീംകുമാർ എന്ന അഭിനേതാവിന്റെ സിനിമാ ജീവിതത്തിലെ സുവർണ കാലഘട്ടം. തെങ്കാശി പട്ടണത്തിലെ കഥാപാത്രവും ഈ പറക്കുംതളികയിലെ മായാണ്ടി, CID മൂസയിലെ പേരില്ലാത്ത കഥാപാത്രം, കല്യാണരാമനിലെ പ്യാരി, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ, മീശവാതിലെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി എന്നിങ്ങനെ മലയാളി എന്നും നെഞ്ചോട് ചേർക്കുന്ന കഥാപാത്രങ്ങൾ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഹാസ്യതാരങ്ങളുടെ പട്ടികയിലേക്ക് സലീംകുമാറിനെ എത്തിച്ചു. ഹാസ്യവേഷം മാത്രമല്ല, കൂടുതൽ അഭിനയ പ്രാധാന്യമുള്ള സീരിയസ് വേഷങ്ങളും തനിക്ക് ചേരുമെന്ന സലീംകുമാർ തെളിയിച്ച കാലമായിരുന്നു പിന്നീട്. 2006 പുറത്തിറങ്ങിയ ലാൽ ജോസ് ചിത്രം അച്ഛനുറങ്ങാത്ത വീടായിരുന്നു ഇതിന് തുടക്കം കുറിച്ചത്. ചിത്രത്തിലെ സാമുവൽ എന്ന കഥാപാത്രം മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സലീംകുമാറിനെ നേടിക്കൊടുത്തു. 2011 ആദമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന ദേശീയ ചലച്ചിത്ര പുരസ്കാരവും സലീംകുമാർ സ്വന്തമാക്കി. 1969 ഒക്ടോബർ 10 എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ ഇളയ മകനായാണ് സലീംകുമാറിന്റെ ജനനം. ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിലും ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. മാലിങ്കര SLM കോളേജിൽ ഡിഗ്രി വിദ്യാഭ്യാസത്തോടെയാണ് മിമിക്രി രംഗത്തേക്ക് കടന്നത്. മഹാരാജാസ് കോളേജിൽ ബിരുദ പഠനത്തിനിടെ MG സർവകലാശാല കലോത്സവത്തിൽ മിമിക്രി മത്സരത്തിൽ 3 തവണ വിജയിയായി. അക്കാലത്ത് മലയാളത്തിലെ മിമിക്രിയുടെ പ്രധാന കേന്ദ്രമായിരുന്ന കൊച്ചിൻ കലാഭവനിൽ എത്താനായത് സലീംകുമാറിന്റെ കലാജീവിതത്തിലെ വഴിത്തിരിവായി. മെലിഞ്ഞ രൂപവും ഹാസ്യരസം മിന്നിമായുന്ന മുഖവും പ്രത്യേക ചിരിയുമായി സലീംകുമാർ ആരാധകരെ കയ്യിലെടുത്തു. കോമിക്കോള എന്ന ടെലിവിഷൻ ഹാസ്യ പരിപാടിയിലെ പ്രകടനം വെള്ളിത്തിരയിലേക്കും വഴി തുറന്നു. 1996 പുറത്തിറങ്ങിയ ഇഷ്ടമാണ് 100 വട്ടത്തിലെ സിനിമയിൽ അരങ്ങേറി. സുനിതയാണ് ഭാര്യ. നടൻ ചന്തു, ആരോമൽ എന്നിവർ മക്കളാണ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.